പ്രസിഡന്റ് ശ്രീ CM വിനയചന്ദ്രൻ മാസ്റ്റർ, ഡോക്ടർ വത്സൻ പുലിക്കോട് അവർക്ക്, വിജേഷ് ഖാരി, രാജേഷ് മാസ്റ്റർ, ശ്രീമതി സുപ്രഭ, ശ്രീ പ്രവീൺ പ്രകാശ് ഒക്കെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ പുതിയ തലമുറയിലെ ശ്രീ വിജേഷ് ഖാരി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. HSST ചീമേരി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ പ്രവീൺ പ്രകാശ് അദ്ദേഹത്തെ ജീവൻ വിദ്യ സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ സഹോദരൻ ഞാൻ വേദിയിലേക്ക് സ്വാഗതം. കേരളത്തിലെ അറിയപ്പെടുന്ന പ്രഭാഷകനുമായ ഡോക്ടർ വത്സൻ പുലിക്കോട്. മലയാളത്തോട് താല്പര്യമുള്ള സാഹിത്യ വൃത്തിയാണ്. ധാരാളം കവിതകൾ നെഹ്റുവിൻ്റെയൊക്കെ കവിതകൾ ദേവാലയത്തിൽ വായിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ പുസ്തകങ്ങൾ വായിച്ചിരിക്കും. നേരത്തെ സ്വാഗത ഭാഷകനായ മാഷ് പറഞ്ഞതുപോലെ ഇന്നത്തെ ഈ ഒരു സൈബർ യുഗത്തിൽ ഒരു മിനിറ്റ് പോലും ഒരു ഇതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സമയമില്ലാതാവും. വായനയോട് ഇഷ്ടമുണ്ടാവുന്ന നാലാൾ കൂടുന്നിടത്ത് നിലവിലില്ല. അച്ഛനോടൊപ്പം വയലിലില്ല, അമ്മയോടൊപ്പം ആശുപത്രിയില്ല, മരണ വീടിന്റെ മഹാമൗനത്തിലില്ല. ഒരു മരിച്ച വീട്ടിൽ പ്രശ്നക്കാരൻ പോകില്ല. മരണ വീടിന്റെ മഹാമൗനത്തിലില്ല. കല്യാണ വീട്ടിൽ മഹനീയ സാന്നിധ്യമില്ല. പാർട്ടിയിലില്ല, ജാഥയില്ല, പ്രത്യയശാസ്ത്രത്തിലില്ല. വായനശാലയുടെ പരിസരത്ത് പൊടി പോലുമില്ല. പ്രിയപ്പെട്ട യുവാവേ, നീ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? നിന്നെ കാണാൻ കൊതിയാവുന്നു. സത്യമായും ഐ മിസ് യുടാ. സത്യമായും ഐ മിസ് യുടാ. കണ്ണിലും മൂക്കിലും കാതിലും വയറുകുത്തിട്ട് ഒഴിച്ചിട്ട് വീടിനടുത്ത് മൊബൈൽ ഞെക്കി കളിച്ചുകൊണ്ടിരിക്കുന്ന ആക്ച്വൽ റിയാലിറ്റിയിലേക്ക് വരുന്നതിന് പകരം വിർച്വൽ റിയാലിറ്റിയിലായി പോയ ചെറുപ്പക്കാരെ 10-20 കൊല്ലം നമ്മൾ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ആക്ഷേപത്തിനും കൂടിയുള്ള മറുപടിയാണിത്. ചെറുപ്പക്കാർ എവിടെയും പോയിട്ടില്ല. ചെറുപ്പക്കാർ ഇവിടെയൊക്കെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. ചെറുപ്പക്കാർ വായിക്കുന്നില്ല എന്നൊക്കെ ഈ കവിതയിൽ ആക്ഷേപിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ആക്ഷേപിക്കുന്നുണ്ട്. നമ്മുടെ സ്കൂൾ ലൈബ്രറികളൊക്കെ അടഞ്ഞു കിടക്കുന്നു. പ്രേമനഗരം എനിക്ക് തോന്നുന്ന ഒരു 10-30 എഡിഷൻ ഗിരീഷ് പുതുപ്പണത്തിന്റെ പുസ്തകം 10-30 എഡിഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഒരിക്കൽ എന്ന പുസ്തകമാണ് ഈ കൂട്ടത്തിൽ ആദ്യമായിട്ട് നമ്മുടെ പുതിയ ഭാഷയിൽ പറയുകയാണെങ്കിൽ വൈറലായ പുസ്തകം, ചെറുപ്പക്കാർക്കിടയിൽ വ്യാപകമായി സ്വീകരിക്കപ്പെട്ട പുസ്തകം ആ തരത്തിലാണ്. അങ്ങനെ ഒരുപാട് ജലമന്ദാരം, അതുപോലെ എന്താണ് അനുരാഗ ലോലഗാത്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരം ഞാൻ ഒരു പുസ്തകത്തിന്റെ ഒരു കടയിൽ ഇരിക്കുന്ന ഒരാളും കൂടി ആയതുകൊണ്ട് എനിക്കറിയാം കുട്ടികൾ എന്താണ് വായിക്കുന്നില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. കാരണം നമ്മളീ പറയുന്ന നമ്മളെ നൊസ്റ്റാൾജിയായുള്ള പുസ്തകം വായിക്കുന്നുണ്ട്. ഖസാക്കിന്റെ വായിച്ചോന്ന് ചിലപ്പോൾ വായിക്കുന്നുണ്ടാവില്ല. ഇന്ത്യയിലേക്ക് വായിച്ചോന്ന് ചോദിച്ച സമയത്ത് ചിലപ്പോൾ വായിക്കുന്നുണ്ടാവില്ല. രണ്ടാമത് വായിച്ചോന്ന് ചിലപ്പോൾ വായിക്കുന്നുണ്ടാവില്ല. പക്ഷേ അവരുടെ ഭാഷയിൽ എഴുതപ്പെട്ട അവരുടെ ജീവിതത്തെ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് തന്നെ ദേവാനന്ദന്റെ ഈ കവിത ആ ഒരു പശ്ചാത്തലത്തിലാണ് പ്രസക്തമാകുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആയ കാലത്തെ കൂട്ടുകാരിയാണ് ഓർമ്മ, മറവിയോ ജീവിതാന്ത്യം വരെ സഖി എന്ന് എഴുതിയത് മലയാളത്തിലെ വലിയൊരു എഴുത്തുകാരനായിരുന്ന കവി TP രാജീവ് മാഷാണ്. ഓർമ്മ എന്ന വാക്ക് ദേവാനന്ദിന്റെ തലമുറയിൽപ്പെട്ട ഒരാളിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. എന്താ കാരണം? തത്സമയം ഒരു പെൺകുട്ടി എന്നതൊരു സിനിമയുടെ പേരാണ്. ഈ പ്രായത്തിലുള്ള കുട്ടികൾ ജീവിക്കേണ്ടത് അല്ലെങ്കിൽ ജീവിക്കുന്നത് തത്സമയം മാത്രം എന്ന ഒരു പൊതുബോധം ഈ പുതിയ കാലം ലോകം വളരെ ബോധപൂർവം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ലോകം ഇങ്ങനെ ഉണ്ടായതാണ്. നിങ്ങൾക്ക് ആരോട് കടപ്പാട് ആവശ്യമില്ല. ഈ ലോകം തന്നെത്താൻ നിങ്ങൾ കാണുന്ന വെളിച്ചം, ഈ സമൃദ്ധി, ഈ സൗഭാഗ്യങ്ങൾ, ഈ വെളിച്ചം, ഇതൊക്കെ തന്നെ ഇവിടെ തന്നെത്താൻ ഉണ്ടായതാണ് എന്ന ഒരു മിഥ്യാബോധം പുതിയ തലമുറയിൽ അങ്കുരിപ്പിക്കാനും അവരെ അരാഷ്ട്രീയവൽക്കരിക്കാനും സമൂഹത്തിൽ നിന്ന് അന്യവൽക്കരിക്കാനും ഒക്കെയുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്ന ഒരു കാലമാണ്. കൃതികൾ, മനുഷ്യകഥാനുഗായികൾ, ഇതിൻ്റെ വിശദാംശങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. മനുഷ്യകഥയുടെ അനുഗാനമാണ് കൃതി എന്നതാണ് അതിൻ്റെ വ്യാഖ്യാനം. മനുഷ്യകഥയുടെ അനുഗാനം
എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ ആഖ്യാനമാണ്. സുഖ ദുഃഖ സമന്വിതമായ ജീവിതത്തിൻ്റെ നേരെഴുത്താണ് കൃതി എന്ന് പറയുന്നത്. ഒളിഞ്ഞിരിപ്പുണ്ട്. രണ്ട് വാക്കുകൾ കൂട്ടിച്ചേരുമ്പോൾ അവിടെ ഒരു നക്ഷത്രമുണ്ടാകുന്നതാണ് കവിത എന്ന് പറയാറുണ്ട്. ബർജർ പറഞ്ഞതുപോലെ പറഞ്ഞറിയിക്കാനാവാത്ത ഭാഷയാണ് കവിതയ്ക്ക് വേണ്ടത്. പറഞ്ഞറിയിക്കാനാവുന്ന ഭാഷ ഗദ്യമാകുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭാഷയാണ് കവിതയ്ക്ക് അവലംബമാകുന്നത്. അങ്ങനെ ഇതിൻ്റെ സോമൻ കടലൂര് ഇതിൻ്റെ അവതാരികയിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പുറന്താളിൽ കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്, ജീവിക്കുന്ന കാലത്തിൻ്റെ ഉണ്ട് എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാകും. ഏറ്റവും ഭാസുരമായ ഒരു കാവ്യലോകം ദേവാനന്ദന് ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി കൂടി സൂചിപ്പിച്ചുകൊണ്ട് മനോഹരമായിരുന്നു. ഇതിൽ ദേവാനന്ദൻ്റെ കവിതകളെയും ദേവാനന്ദനെയും പറ്റി പറയുന്നതിന് മുമ്പേ എനിക്ക് പറയേണ്ടുന്ന ഒരു വ്യക്തി ദേവാനന്ദൻ്റെ അച്ഛനായ മധുമാഷാണ്. നമ്മൾ അധ്യാപക ജോലിയുമായി പോകുന്ന കാലഘട്ടത്തിൽ തുടക്കം പോലെ ഞാനും മധുവും പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. മധു എപ്പോഴെങ്കിലും നമുക്ക് ഒരു സ്കൂളിൽ ഒന്നിച്ച് വർക്ക് ചെയ്യണം. അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ കാഞ്ഞങ്ങാട് സ്കൂളിലേക്ക് ഒന്നിച്ചെത്തിയത്. അപ്പോൾ ഞങ്ങൾ അവിടെ മാഷ് പറഞ്ഞത് നമുക്ക് പുസ്തകമാക്കണം എന്ന് ഒരു കൊല്ലം മുമ്പേ മാഷത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും കുറച്ച് കാലം മുമ്പാണ് മധുമാഷ് വിളിച്ചിട്ട് പറഞ്ഞു പുസ്തകമാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഒന്ന് കവിതയെല്ലാം നോക്കണം. അങ്ങനെ വിനോദ് മാഷ്ക്ക് എനിക്കും കവിതകളൊക്കെ അയച്ചു തന്നു. എല്ലാ കവിതയും ടൈപ്പ് ചെയ്ത കവിതകൾ, കുറേ എഴുതിയ കവിതകളെല്ലാം അയച്ചു തന്നു. കുറച്ച് ഞാനിങ്ങനെ നോക്കി, മാഷൻ കുറച്ച് കവിതകൾ നോക്കി, അതിൽ നിന്ന് വിനോദ് മാഷ് കുറേ കവിതകൾ സെലക്ട് ചെയ്തു. സോമ മാഷ് അടുത്തെത്തി. മതത്തെ പറ്റിയിട്ട് അതുപോലെ തന്നെ ഉൾക്കരുത്തോട് കൂടിയിട്ട് ഒരു മതത്തെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ ഈ ചെറിയ പ്രായത്തിൽ പറ്റുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒട്ടും ഈ ചെറുപത്തൂരിന്റെ മണ്ണിൽ അല്ലെങ്കിൽ ഈ നമ്മുടെ കൊടക്കാടിന്റെ മണ്ണിൽ ഏറ്റവും വലിയ ഒരു വിത്ത് തന്നെയാണ് ഈ കലാസഭയിലേക്ക് അല്ലെങ്കിൽ കാവ്യ ലോകത്തിന് നമുക്ക് തന്നിട്ടുള്ളത് എന്നുള്ളത് തന്നെ നമുക്കിവിടെ സ്മരിക്കാൻ വേണ്ടിയിട്ട്, നമുക്കിവിടെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ചെറിയ പ്രായത്തിൽ അതിന് സാധിച്ചു എന്നുള്ളത് വളരെയധികം, ആ കവിതകൾ ഓരോന്നും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നല്ലൊരു മനുഷ്യത്വത്തിന് ഉടമ കൂടിയാണെന്ന് പറയാം. എല്ലാ കവിതകളിലും സ്നേഹത്തിൻ്റെയും പ്രകൃതിയുടെയും ജീവിതത്തിൻ്റെയും ലയനം കാണുന്നുണ്ട്. നമുക്ക് ഓരോന്ന് വായിക്കുമ്പോൾ നമുക്കിങ്ങനെ അതിൻ്റെ ആന്തരാർത്ഥങ്ങൾ ഉൾക്കൊണ്ട് പോകാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ചീമേനി സ്കൂളിലെ ഒരു അഭിമാനം തന്നെയാണ് ദേവാനന്ദൻ എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കാറില്ല പറയുന്നത് കഥകളൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് പോകുന്നത്. ഞാൻ സംഭവം നേരത്തെ എല്ലാവരും പറഞ്ഞു, നല്ല റൂട്ടാണ്, നിരുത്സാഹപ്പെടുത്തരുത്, മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം, നല്ല രീതി തന്നെ പറഞ്ഞു. അപ്പം തന്നെ പറഞ്ഞത് മാഷക്കാണിക്കായി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൻ്റെ തുടക്കം 2ാം ക്ലാസ്സിൽ നിന്നാണ്. 2ാം ക്ലാസ്സിൽ വെച്ചാണ് ഞാൻ ആദ്യമായി കവിത എന്ന് പറയാൻ കഴിയില്ല, 2-3 വരി എഴുതി അന്നത്തെ എൻ്റെ പ്രിയപ്പെട്ട ടീച്ചറായ സതി ടീച്ചർക്ക് കൊടുക്കുന്നത്. ടീച്ചർ ഇന്ന് വന്നിട്ടില്ല, ശാരീരിക അസ്വാസ്ഥ്യം മൂലം. ടീച്ചർ ഇന്നലെ വിളിച്ചിരുന്നു. ടീച്ചർ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ടീച്ചർ ഇന്ന് വന്നിട്ടില്ല. അപ്പോൾ ആദ്യം ഞാൻ ടീച്ചർക്കാണ് കൊടുക്കുന്നത്. അത് ടീച്ചർ വാങ്ങിക്കുകയും ഞാനന്ന് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 1ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ആ കവിത പറഞ്ഞു കൊടുക്കുകയും അഭിസംബോധന ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് ടീച്ചർ എനിക്ക് തന്ന സമ്മാനം ഞാനിന്ന് ഓർക്കുന്നു. എൻ്റെ കയ്യിലില്ല, പക്ഷെ ഞാൻ ഓർക്കുന്നു. അത് അപ്സരയുടെ ഒരു പെൻസിലും ഒരു എറേസറും ആയിരുന്നു. പിന്നീട് ഞാൻ അങ്ങോട്ട് വലിയ എഴുത്തുകളൊന്നും എഴുതിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ 9ാം ക്ലാസ്സിൽ നിന്നാണ് പുനരാരംഭിച്ചത്. പക്ഷെ അതൊന്നും ആർക്കും കാണിച്ചു കൊടുക്കുകയോ പറഞ്ഞു കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിനുശേഷം 10ാം ക്ലാസ്സിൽ നിന്ന് ആദ്യത്തെ അസംബ്ലിയിലാണ് അത് അവതരിപ്പിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്, അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അന്ന് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ അന്ന് വളരെ ഇൻട്രോവേർട്ടാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്, അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ ഒരു കവിത ജയമാഷല്ല എൻ്റെ കൂട്ടുകാർ എടുക്കുകയും അത് ജയമാഷിന് നൽകുകയും മാഷ് എന്നോട് നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ ആദ്യത്തെ അസംബ്ലി പ്രസംഗിച്ച്
ആ കവിത വായിച്ച് അതിനെക്കുറിച്ചൊരു നിരൂപണം നടത്താൻ അല്ലെങ്കിൽ അതിന്റെ ഒരു വിവരണം നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷെ ഞാൻ ഒന്ന് നോക്കിയില്ല, ആദ്യം അത് വിസമ്മതിച്ചു. കാരണം ഞാൻ ഇതിനു മുമ്പ് സ്റ്റേജിൽ കയറിയിട്ടില്ല, ആദ്യമായിട്ടാണ് സ്റ്റേജിൽ കയറുന്നത്. പിന്നീട് മാഷിനെ ഇൻഡിവിജ്വലായിട്ട് വിളിക്കുകയും വളരെ വലിയൊരു മോട്ടിവേഷൻ തരികയും ആ പ്രചോദനത്തിൽ ഞാൻ രണ്ടും കൽപ്പിച്ച് സ്റ്റേജിൽ കയറി കവിത വായിച്ച് അത് വിവരിക്കുകയും ചെയ്തു. അതിന്റെ ആ പ്രസംഗിക്കുന്ന വീഡിയോ മാഷ് എടുത്തിട്ടുണ്ട്, അതെന്റെ കയ്യിലുണ്ട്. പിന്നീട് അങ്ങോട്ട് എഴുത്തുകൾ കൂടുതലാവാൻ വേണ്ടി തുടങ്ങി. കാരണം ആ പ്രചോദനത്തിന്റെ ശക്തിയിൽ, ആ ഇന്ധനത്തിൽ ഒരുപാട് എഴുതാൻ വേണ്ടി തുടങ്ങി. പിന്നെ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ വയ്യ, ഞാനൊരു നോവൽ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പൂർത്തിയായിട്ടില്ല എന്നല്ല, പകുതി പോലും ആയിട്ടില്ല. ഏകദേശം 40 പേജാകുമ്പോഴേക്ക് തന്നെ അത് നിർത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീടും കവിതകൾ എഴുതാൻ വേണ്ടി തുടങ്ങി. +1 എത്തിയപ്പോൾ, അല്ല അതിനു മുമ്പേ ജീവവിദ്യയിലെ കാര്യം പറയണം. കാരണം ജീവവിദ്യയിൽ വെച്ചാണ് ഞാൻ വിനോദ് മാഷിനെയും അനുമാഷിനെയും വിജേഷ് മാഷിനെയും ഒക്കെ പരിചയപ്പെടുന്നത്. അപ്പോൾ അത് രാകേഷ് മാഷും ജ്യോതി ടീച്ചറും എൻ്റെ കവിത കളക്ടറുടെ മുന്നിൽ വെച്ച് അതിൻ്റെ ഒരു പുസ്തകം പോലൊരു രൂപം അനാവരണം ചെയ്യുന്നതിന് മുൻപാണ് ഞാൻ വിനോദ് മാഷയും വിജേഷ് മാഷയും പരിചയപ്പെടുന്നത്. അവർക്ക് എൻ്റെ കവിതകൾ കൊടുക്കുകയും വാട്സപ്പിൽ അയച്ചു കൊടുക്കുകയും അങ്ങനെ ഒരു ഗ്രൂപ്പാക്കുകയും ചെയ്തു. അന്ന് ആ ഗ്രൂപ്പിലുണ്ടായ എൻ്റെ സുഹൃത്ത് അഭിരാമാണ് ഇന്ന് വന്നിട്ടില്ല, ട്യൂഷനിൽ കൊണ്ട് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അവൻ വന്നിട്ടില്ല. അങ്ങനെ ആ കവിതകൾ വിനോദ് മാഷിനും വിജേഷ് മാഷിനും അയച്ചു കൊടുക്കുകയും അവർ തന്ന പ്രോത്സാഹനവും ഇതിലൊരു ഇന്ധനമായിട്ടുണ്ട്. പിന്നീട് ലിറ്റിൽ കൈറ്റ്സിന്റെ ഭാരവാഹിത്വമുള്ള ജ്യോതി ടീച്ചറും അതുപോലെ തന്നെ രാകേഷ് മാഷും കൂടെ മുൻകൈയെടുത്ത് പുസ്തകം എന്ന രൂപത്തിൽ കളക്ടറുടെ മുന്നിൽ വെച്ച് അനാവരണം ചെയ്തപ്പോഴും അത് വലിയൊരു പ്രചോദനമായി മാറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അങ്ങനെയാണ് ആ പുസ്തകം ഉണ്ടായത്. പിന്നീടും ഒരുപാട് എഴുതാൻ വേണ്ടി തുടങ്ങി. +1 എത്തിയപ്പോൾ ഞാൻ ആദ്യം ഹ്യൂമാനിറ്റീസിലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഗണിതം കുറച്ച് വീക്കായിരുന്നത് കൊണ്ട് തന്നെ ആദ്യം ഹ്യൂമാനിറ്റീസിലാണ് ഉണ്ടായത്. പിന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് ഞാൻ നേരെ സയൻസിലേക്ക് ചാടി. അത് എന്തിനാണെന്ന് എനിക്ക് അറിയില്ല. സയൻസിൽ പോയി +2 കഴിയുന്നവരെ അവിടെ പിടിച്ചു നിൽക്കണം, അതിനുശേഷം ഇഷ്ടമുള്ള. പക്ഷേ എന്നിട്ടും അവിടെ ഒരു ഈ സ്റ്റീഫൻ ഹോക്കിങ്സ് ഒക്കെ പറഞ്ഞതുപോലെ നമ്മൾ എത്ര ദുർഘടമായ സാഹചര്യത്തിലായാലും നമുക്ക് സന്തോഷിക്കാവുന്ന ഒരു വക എല്ലാത്തിലും ഉണ്ട് എന്ന് പറഞ്ഞ പോലെ മലയാളം സെക്കൻഡ് ലാംഗ്വേജ് എടുത്തതുകൊണ്ട് ആ ക്ലാസ്സിൽ പ്രസംഗിക്കാൻ ഒരുപാട് അവസരം ലഭിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ ഇതിൻ്റെ ഒരു നിമിത്തമായിരിക്കാം. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള വഴികളിലൂടെ കടന്നു വന്നാണ് ഈ ഒരു കവിത സമാഹാരം ഉണ്ടാക്കിയത്. അത് ഇവിടെ വെച്ച് പ്രകാശനം ചെയ്തത്. അതിൽ വളരെ സന്തോഷമുണ്ട്. മാതാപിതാക്കളുടെ പ്രചോദനവും സുഹൃത്തുക്കളുടെ പ്രചോദനവും പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ചതും ഇനിയും എഴുതണമെന്ന് പറഞ്ഞ് ഒപ്പം നടന്ന് എന്നെ കൊണ്ടു നടന്നതും അവരാണ്. അവരെയും ഈ വളരെ ബഹുമാനാർത്ഥകം ഞാൻ കാണുന്നു. അതുപോലെ തന്നെ സോമ മാഷ് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഈ ഓർമ്മകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സമൂഹം എന്താണെന്ന്, സമൂഹത്തിന്റെ വ്യവസ്ഥിതി എന്താണെന്ന് അറിയാത്ത ഒരു തലമുറയാണ് ഇന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്ന് പറയാം. അത് ജാതി വ്യവസ്ഥയിലായിക്കോട്ടെ, വ്യവസ്ഥകളിലായിക്കോട്ടെ, സ്വേച്ഛാധിപത്യത്തിലായിക്കോട്ടെ, ഏത് ഭരണവ്യവസ്ഥകൾ വന്നാലും തങ്ങൾക്കൊരു കുഴപ്പവുമില്ല. അത് എന്താ പറയുക, നാസിസത്തിന്റെ കാലത്തിലുണ്ടായ അടിച്ചമർത്തൽ ഭരണം വന്നാൽ പോലും ഒരു കുഴപ്പവുമില്ലാത്ത മട്ടിലാണ് ഇന്നത്തെ സമൂഹത്തിന്റെ പോക്ക് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അത് മതവ്യവസ്ഥകൾ മുറുക്കുമ്പോഴും ജാതി വ്യവസ്ഥകൾ പിടിച്ചു മുറുക്കുമ്പോഴും ഒക്കെ അത് പ്രതിഫലിക്കുന്നുണ്ട്. ഇന്ന് പലരുടെയും ധാരണ ഇന്ന് ഇവിടെ കേരളത്തിൽ ജാതി വ്യവസ്ഥകൾ ഇല്ല എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഒരു കോൺക്രീറ്റ് വാർത്തിട്ടതുപോലെ ഒരു ജാതി വ്യവസ്ഥ ഈ കേരളത്തിലുണ്ട്. ആ ജാതി വ്യവസ്ഥകളും മതവ്യവസ്ഥകളും വളരെയധികം ബാധിക്കുന്നത് ഈ അടിസ്ഥാന വർഗത്തിലുള്ള വ്യക്തികളെയാണ്. അടിസ്ഥാന വർഗത്തെക്കുറിച്ച് വിനേന്ദ്ര മാഷ് പറഞ്ഞപ്പോൾ അത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ ജാതി വ്യവസ്ഥകൾ ചങ്ങമ്പുഴ വിത്തപ്രതാപവും നിർദ്ദയ നീതിയും ഞെരിച്ച് തകർത്തൊരു ജീവിതം എന്ന് അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ഓരോ വ്യക്തിയുടെയും ജീവിതത്തെക്കുറിച്ച് ചങ്ങമ്പുഴ എഴുതുന്നുണ്ട്. അത് ഇന്നങ്ങനെ തന്നെയാണ്. ജാതി വ്യവസ്ഥകളും മതവ്യവസ്ഥകളും ഓരോ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട വ്യക്തികളെയാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്.
അതുപോലെ തന്നെ ഓർമ്മകൾ. കാരണം ജീവിതത്തിൻ്റെ ഇന്ധനമായി തീരുന്നത് ഓർമ്മകളാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ബാലേന്ദ്രൻ ചുള്ളിക്കാടൊക്കെ പറഞ്ഞതുപോലെ അവസാനം ഒരാൾക്കു ജീവിതം തനതാം ഓർമ്മകൾ മാത്രമായിടും, മരണത്തിൽ ഹിമപ്പരപ്പുപോൽ നിലകൊള്ളാൻ സ്മൃതിസാര സാഗരം എന്ന്. ഓർമ്മകളാണ് ഒരു മനുഷ്യന്റെ ഇന്ധനമായി മാറുന്നത് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഓർമ്മകളും വായനകളും ഒരു പ്രത്യാശകളും, പ്രതീക്ഷയെ പറയാതിരിക്കാൻ കഴിയില്ല. കാരണം പ്രതീക്ഷയാണ് ഓരോ മനുഷ്യനെയും നാളത്തേക്ക് ജീവിക്കണമെന്ന് തോന്നിപ്പിക്കുന്നത്. പ്രത്യാശകളാണ്, പ്രതീക്ഷകളാണ്. ആ പ്രതീക്ഷകൾ MTയുടെ മഞ്ഞ് പോലുള്ള നോവലുകളിലൊക്കെ പ്രമേയമാക്കുന്നത് പ്രതീക്ഷയാണ്. അതിൻ്റെ അവസാനം വരാതിരിക്കില്ല എന്ന് പറഞ്ഞാണ് MT ആ നോവൽ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ പ്രതീക്ഷയാണ് എല്ലാത്തിൻ്റെയും. നാളെ എന്ന ഒരു പുലരി കാണാൻ നമുക്ക് സാധിക്കുന്നത് അല്ലെങ്കിൽ സാധിക്കേണ്ടത് പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ജീവിതാനുഭവങ്ങളും വായനയുടെ അനുഭവങ്ങളും എല്ലാം അതിൻ്റെ ഏറ്റവും ഉജ്ജ്വല മുഹൂർത്തങ്ങളാക്കിക്കൊണ്ട്, അതുപോലെ തന്നെ അത്തരത്തിലുള്ള വായനകളും സമൂഹത്തിനോടുള്ള കാഴ്ചപ്പാടുകളും സമൂഹത്തിൻ്റെ വലയങ്ങളിൽ മാത്രം ജീവിക്കാനല്ല, പകരം സമൂഹത്തിന് അതീതമായി ജീവിക്കാനുള്ള ഒരു സർഗശേഷി ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംഭരിക്കുന്നു. നന്ദി. വളരെ സന്തോഷകരമായി മാറിയിരിക്കുകയാണ്. വളരെ അഭിമാനം തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രസക്തിയും അതിൻ്റെ കാര്യങ്ങളും എന്താണ് ഇതിൻ്റെ ഉദ്ദേശ കാര്യങ്ങൾ, ലക്ഷ്യങ്ങളൊക്കെ അതിൽ വന്ന വഴി എങ്ങനെയാണ് എന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഒരാൾ അവരുടേതായിട്ടുള്ള ചില ആശംസകളൊക്കെ അറിയിച്ചു കഴിഞ്ഞു. എങ്കിൽ കൂടി പിന്നെ ഇതൊരു തുടക്കം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വിത്ത് നട്ടു, അതിന് കുറച്ച് ആൾക്കാർ വെള്ളം ഒഴിച്ചു, അതേപോലെ തന്നെ കുറച്ച് ആൾക്കാർ വളം തടയിട്ടു, വളം ഇട്ടു, അതിങ്ങനെ വളർന്ന് വന്ന് വീണ്ടും അതിൻ്റെ